ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ലോസ്റ്റ് മാർക്കർ. സോ കുറേ നാളായിട്ട് ഞാൻ വീഡിയോ ഒന്നും ഇട്ടില്ല, കാരണം ഇവിടെയും അതിൻ്റെ ഇത്തിരി ഇഷ്യൂസ് ഉണ്ടായിരുന്നു. സോ അതുകൊണ്ടായിരുന്നു ഞാൻ ഇത്രയും കാലം വീഡിയോ ഒന്നും ഇടായിരുന്നേ. സോ അപ്പോൾ ഇന്നൊന്ന് സെറ്റായി ഇന്ന് ഞാൻ റെക്കോർഡ് ചെയ്യുമ്പോൾ സോറി ഫോർ ദാറ്റ്. സോ പിന്നെ നമ്മൾ ഈ വീഡിയോ വന്നിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഗസ് വാസീസ് കമൻറ്റ് പറയാം എന്താന്ന്. പക്ഷെ നമുക്ക് ഞാൻ തന്നെ പറയാം, നിങ്ങൾ കമൻറ്റ് പറയാൻ നോക്കാതെ ഒക്കെ പറയാം. സോ ഞാൻ ന്യൂ ലെറ്റ്സ് പ്ലേ സീരീസ് തുടങ്ങി ഗൈസ്. കാരണം എൻ്റെ പഴയ ലെറ്റ്സ് പ്ലേ വേൾഡ് എന്നെ വിട്ട് പോയി. ഓക്കെ, കയറി നോക്കിയപ്പോൾ അങ്ങനെ കണ്ടേ. അതുകൊണ്ട് ഞാൻ ന്യൂ ലെറ്റ്സ് പ്ലേ തുടങ്ങി. അങ്ങനെ ഞാൻ കുറേ വേൾഡ് ക്രിയേറ്റ് ചെയ്തു. അവസാനം എനിക്ക് നല്ലൊരു വേൾഡൊക്കെ കിട്ടി. സോറി വെയിറ്റാക്കെ കെടുക്കട്ടെ, നമുക്കൊന്ന് കെടുക്കാം. ഓക്കെ, ഇത് വലിയ ഷോർട്ട് വീഡിയോ ആവാൻ സാധ്യത, കാരണം ഇപ്പോൾ അത്രയ്ക്ക് ഇതില്ല. കാരണം പൊടി റേഞ്ചിൻ്റെ കുറേ ഇഷ്യൂസും ഉണ്ട്, അങ്ങനെയൊക്കെയാണ്. ഓക്കെ, അപ്പോൾ ഞാൻ സ്മോണായപ്പോൾ ഫസ്റ്റ് ഞാനിവിടെ ഒരു വില്ലേജ് കണ്ടു. ആ വില്ലേജ് അതാക്കുന്നു. അവിടെ പോയി എനിക്ക് 2-3 അവിടുന്ന് മാക്സിമം ലൂട്ടൊക്കെ ചെയ്തു. അതിന് ശേഷം ഞാനൊരു സ്പ്രൂസ് ബയോം കണ്ടുപിടിക്കാൻ വേണ്ടി ആ ദിശയിലോട്ട് പോയി. എനിക്കങ്ങനെ ആ ദിശയിലുണ്ടെന്ന് മനസ്സിലായെന്ന് വെച്ചാൽ ഞാനൊരു ആപ്പ് ഉപയോഗിച്ചു. അങ്ങനെ ഞാൻ ഈസിയുടെ ജനറേറ്റ് ചെയ്ത് എനിക്ക് വീജസ് പറഞ്ഞു തന്നതാണ്. വീജസ് എന്ന് പറഞ്ഞ ഒരു ഇനോസ്കിൻ്റെ സ്ഥാനത്ത് വരും അവൻ പറഞ്ഞതാണ്. ഒരു പൊട്ടനാണ്, ഒന്നും പറഞ്ഞാൽ കേൾക്കാത്തൊരു പൊട്ടൻ. സോ അവൻ പറഞ്ഞതാണ് എനിക്ക് അവിടെ ആയിട്ടൊരു അങ്ങനത്തെ ഒരു ആപ്പ് സോഫ്റ്റ്വെയർ വെബ്സൈറ്റ് ഉണ്ട്, അങ്ങനെ പോയി നോക്കാം. സോ ഞാൻ അങ്ങനെ പോയി നോക്കിയപ്പോൾ കണ്ട്. അങ്ങനെ ഞാൻ അങ്ങോട്ട് പോയി. പോണ വഴിക്ക് ഞാൻ വഴി തെറ്റി. അതുകൊണ്ട് ഞാൻ വീണ്ടും വഴി തെറ്റി. ഓക്കെ, അപ്പോൾ വഴി തെറ്റി ഞാൻ പിന്നെ അവിടുന്ന് പിന്നെ ഞാൻ വീണ്ടും അവിടെ അടിച്ചു നോക്കി, വീണ്ടും കിട്ടി. അങ്ങനെ ഇവിടെ ഈ സ്ഥലത്തെത്തി. ഓക്കെ, മഴ പെയ്യുന്നു. ഞാൻ കുറേ ലോഡ് ഉണ്ടാക്കിയിട്ട് അതോ. സോ ഞാൻ പിന്നെ അങ്ങോട്ട് ഒന്ന് വൈകിപ്പിച്ചില്ല. നമ്മളെ വേൾഡ് വിചാരിച്ചിട്ട് ആ പ്ലെയിൻസിലോട്ട് പോയി നോക്കിയപ്പോൾ നമ്മുടെ പ്ലെയിൻസിലായി വേറെ ഏതോ മറ്റേ സ്മിത്തിങ്ങിൻ്റെ അതുള്ള ഒരു വില്ലേജ് ആയിരുന്നു അത്. സോ ആ വില്ലേജിൽ പോയി പരമാവധി ലൂട്ട് ചെയ്തിട്ടാണ് എനിക്ക് അവിടുന്ന് കുറേ അയണും കാര്യങ്ങളും കിട്ടി. ഇല്ലേ, എന്തായാലും കുഴപ്പമില്ല. അവിടുന്ന് കുറേ ലൂട്ടും കിട്ടി. ഞാൻ ഈ സാമ്പിളിങ് എടുത്ത് അങ്ങനെ വന്നു. അവിടുന്ന് കിട്ടിയ ഇതുകൊണ്ട് കാര്യങ്ങളോട് ഇങ്ങോട്ട് വന്നു. അങ്ങനെ കിട്ടിയ ആർമസാണ് ഇതൊക്കെ. എൻ്റെ കയ്യിലിപ്പോൾ അയണൊക്കെ അതിൽ പെട്ടാണ് അതൊക്കെ. അവിടുന്ന് ഞാൻ വിചാരിച്ചു ഈ വില്ലേജ് ആവും വിചാരിച്ചിട്ട് ഞാൻ ഇങ്ങോട്ട് വരുമ്പോൾ കണ്ടാണ്. അങ്ങനെ ഞാൻ അവിടെ നോക്കി, അങ്ങനെ കിട്ടി. പിന്നെ ഞാൻ ഓൾറെഡി ഇവിടെ എനിക്ക് തോന്നി എനിക്ക് എന്തെങ്കിലും മിസ്റ്റേക്ക് പറ്റുമെന്ന്. സോ അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, ഇവിടുന്ന് വേറെ ഇവിടുന്ന് ഒരു സ്ക്രീൻഷോട്ട് എടുത്തിരുന്നു. എന്തിനാന്ന് വെച്ചാൽ എൻ്റെ കോഡ്സ് കണ്ടുപിടിക്കാൻ. എനിക്ക് ഉറപ്പായിരുന്നു എനിക്ക് അങ്ങനെ എന്തെങ്കിലും മിസ്റ്റേക്ക്. അങ്ങനെ അവിടെ നിന്നൊക്കെ കിട്ടി. അങ്ങനെ ഞാൻ ആ കോഡ്സ് നോക്കി. ഇവിടെ അടുത്തായിരുന്നു തോന്നുന്നു പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഔട്ട് പോസ്റ്റൊക്കെ കണ്ടിരുന്നു തോന്നുന്നു. എനിക്ക് ഓർമ്മയില്ല, കുറേ അങ്ങോട്ട് വന്നിട്ട്. ഓക്കെ, എന്തായാലും ആ വില്ലേജിൻ്റെ സ്ക്രീൻഷോട്ട് എൻ്റെ അടുത്തുണ്ടാവുകൊണ്ട് പേടിക്കാനില്ല. അതുകൊണ്ട് ഞാൻ അവിടുന്ന് എസ്കേപ്പ് അങ്ങനെ അങ്ങോട്ട് ഇവിടെ എത്തി. എന്നിട്ട് ഞാൻ ഫസ്റ്റ് ചെയ്ത 2 മരം നട്ടു. ഫസ്റ്റ് മരത്തിൽ കിട്ടിയ എന്തിനാന്ന് വെച്ചാൽ ഹൗസ് ഉണ്ടാക്കാൻ. ഓക്കെ, അങ്ങനെ ഞാൻ അത് ഉണ്ടാക്കാൻ വേണ്ടി അങ്ങനെ ചെയ്തു. സോ അങ്ങനെ ഞാൻ ഇവിടെ എത്തി. അങ്ങനെ ഞാൻ ഫസ്റ്റ് ഇങ്ങനെ ഉണ്ടാക്കാൻ നിങ്ങൾക്കറിയാമല്ലോ, 4 സാപ്ലിങ് വെച്ചിട്ട് അവിടുന്ന് ഇങ്ങനെ ഫാം ചെയ്യണമെന്ന്. അങ്ങനെ ചെയ്തു. അങ്ങനെ കിട്ടിയതാണ് ഈ മുതലിനെ. 2 നട്ടിരുന്നു, ഒന്ന് ഇവിടെയും അങ്ങനെയൊക്കെ കിട്ടി. അങ്ങനെ നട്ടുമാണ് എനിക്ക് അത്ര ഞാൻ വുഡ് അങ്ങനെ അവിടുന്ന് ആ മരത്തുനിന്ന് കിട്ടിയാണ് ഇത്ര വുഡ്. സോ ഞാനിനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്തായാലും ഞാനൊരു ഹൗസ് ഉണ്ടാക്കും. ഇത്രയ്ക്ക് വിശദീകരിക്കാനാണ് ഞാൻ ഈ ഒരു എപ്പിസോഡ് മാത്രം എടുത്തത്. അത് 1-2 മിനിറ്റൊക്കെ ഉണ്ടാവുള്ളൂ ഈ വീഡിയോ. സോ അപ്പോൾ ഇനി ഇത്രയൊക്കെ ഉള്ളൂ വീഡിയോ. ബൈ. കാരണം ഇത്രയ്ക്ക് നിർത്താൻ കാരണം വേറെ ഒന്നുമല്ല, ഹൗസൊക്കെ ഉണ്ടാക്കണം. പിന്നെ നെറ്റിൻ്റെ ഇഷ്യൂ വെരി ഷോർട്ടാന്ന് എനിക്കറിയാം. സോറി ഫോർ ദാറ്റ്. ഓക്കെ, അപ്പോൾ ബൈ.